എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി ഞാൻ അങ്ങനെ എപ്പോഴും എടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു വീഡിയോ അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണിത്. തങ്ക ആൻറ്റി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടി ഞാൻ പൊട്ടിച്ചു. പെട്ടിയല്ലായിരുന്നു, ബിഗ് ഷോപ്പറായിരുന്നു. അത് ഞാൻ തുറന്ന് എന്നിട്ട് ഞാൻ സാധനങ്ങളൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നിങ്ങളെ കാണിച്ചു തരാമെന്നിട്ട് എനിക്കൊരു മനസ്സമാധാനക്കേട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ തങ്കാൻറ്റി നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്, തിന്നാനാണ് കേട്ടോ. ഇതിപ്പം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രാവശ്യമാണ്. അതിന് മുന്നേയൊക്കെ നമ്മൾ തിന്ന് തീർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കൊടുത്തയക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. രസമല്ലേ നമുക്കിങ്ങനെ സ്നേഹത്തോടെ കൊടുത്തയക്കുമ്പോൾ നമ്മളിതിങ്ങനെ തിന്നുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് തങ്കാൻറ്റി എന്ന് പറഞ്ഞാൽ മമ്മിയുടെ കസിനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞാൻ ദേ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വേഷവിധാനങ്ങൾ പോലും മാറിയിട്ടില്ല. ഇതൊരു അനാർക്കലി കുർത്തി സെറ്റാണ്. ഇതിന് ഷോളും കൂടി ഉണ്ട് കണ്ടോ, മാച്ചിങ് കമ്മൽ. ഇതിലുള്ള എല്ലാ നീലം ഇതിലില്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം അതല്ല. ഇന്നത്തെ വിഷയം ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കാണിച്ചു തരാം. അപ്പോൾ സൺഡേ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി ഇന്നലെ തങ്കാൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ തങ്കാൻറ്റി കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആക്ച്വലി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെക്കണേനേക്കാളും മുന്നേ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഫസ്റ്റ് ദേ ഈ ഒരു കാസറോളിൽ കപ്പപ്പുഴുക്കാണ് കേട്ടോ. ഇത് ഞാൻ ദേ രാവിലെ വല്യമ്മയ്ക്ക് ചൂടാക്കി ആവി കയറ്റി കൊടുത്തു. ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തങ്കാൻറ്റിയുടെ കപ്പപ്പുഴുക്കത്. ഓ എന്ത് ടേസ്റ്റാണല്ലോ. എന്താ അവിടെ തന്നെ ഉണ്ടാവുന്ന കപ്പ, വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ കപ്പപ്പുഴുക്ക്. ഇവിടെ രാവിലെ ഞാൻ പള്ളിയിൽ നിന്ന് നമുക്ക് കഞ്ഞിയുണ്ട്. അപ്പോൾ വല്യമ്മ വന്നില്ല പള്ളിയിൽ പോയി വന്നിട്ട് അപ്പോൾ ഞാൻ വല്യമ്മയ്ക്ക് ഇതിൽ നിന്ന് കുറച്ച് ചൂടാക്കി എടുത്ത് കൊടുത്തു. അതിൽ നിന്ന് ഇച്ചിരി ഞാനും കഴിച്ചു. കുറച്ച് ഞങ്ങൾക്ക് കഞ്ഞിയുണ്ട് പള്ളിയിൽ. ഞാൻ വയറ് വീർപ്പിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം, കപ്പപ്പുഴുക്ക്. നെക്സ്റ്റ് ബീഫ് മറ്റേ തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് നോയമ്പില്ലേന്ന്. എനിക്ക് നോയമ്പില്ല. എനിക്ക് വല്യമ്മയ്ക്ക് നോയമ്പില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്, ഈ വർഷം എടുക്കുന്നില്ല. കണ്ടോ, തേങ്ങ കൊത്തിട്ടലത്തിയ ബീഫ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ സാധനത്തിന്. ഇത് ഞാൻ എടുത്ത് കഴിച്ചായിരുന്നു. ഈ കപ്പ വേവിച്ചപ്പം ഇത്തിരി ഞാൻ ഇതും കൂടി എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ വല്യമ്മയ്ക്ക് കൊടുത്തത്. അപ്പം ഞാനും കഴിച്ചായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. തേങ്ങ കൊത്തിട്ടലത്തിയ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം അതെ, നെക്സ്റ്റ് നമുക്കുള്ളത് ബീഫ് തേങ്ങ കൊത്തിട്ട് ഒലത്തിയത്. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ. തേർഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ബീഫും എനിക്ക് ഫേവറേറ്റാണ്. ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തേങ്ങ കൊത്തിട്ട് എനിക്കിങ്ങനെ കറി പോലെ വെക്കുന്ന ബീഫിനോട് താല്പര്യമില്ല. ഇങ്ങനെ ഒലത്തി ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് എനിക്ക് എനിക്കിഷ്ടം. ഇവിടെ ഭയങ്കര ചൂട്. എനിക്ക് അടുക്കളയിൽ ഒട്ടും നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കൊണ്ട് മുറി പോകണ്ടേ. തേർഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണിത്. കള്ളപ്പം. സാധാരണ നമ്മൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ തേങ്ങാവെള്ളം ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് ഒറിജിനൽ കള്ള് കൊണ്ട് ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ. 1 2 3 4 5 അപ്പമുണ്ട്. കുറച്ച് കോട്ടക്കൽ നിന്ന് എൻ്റെ വായിൽ കോട്ടക്കലിതേ വരുന്നുള്ളൂ. അവിടുന്ന് പോന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറിയിട്ടില്ല. കോലഞ്ചേരിക്ക് കൊടുത്തു. അതെ അപ്പം ഇത് ആവി കയറ്റി ഇച്ചിരി ബീഫും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇത് തണുപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തിന്ന് കാണിക്കാത്തത്. 2 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായി. അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ ഡാഡിയുടെ വീട്ടിൽ പോയിട്ട്, നമ്മൾ വെക്കേഷനാണ് ഡാഡിയുടെ വീട്ടിൽ പോകാം. ഡാഡിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തങ്കാൻറ്റിയുടെ വീട്ടിൽ കയറും. അപ്പം ഈ സാധനം ചുട്ട് ആ കള്ളപ്പം എന്ന് വെച്ചാൽ ഒറിജിനൽ കള്ളിൻ്റെ സ്മെല്ലിങ്ങനെ വരും. അത് ഒറിജിനൽ കള്ളപ്പം കഴിച്ചിട്ടുള്ളവർക്കാണ് അതിൻ്റെ ആ ഒരു കിക്ക് മനസ്സിലാവുള്ളൂ. ഭയങ്കര കിക്ക് എന്ന് വെച്ചാൽ മറ്റേ ആ കിക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കത് തരുന്ന ഒരിതുണ്ടല്ലോ. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. നമ്മൾ ഈ തേങ്ങാവെള്ളം പുളിപ്പിച്ചുണ്ടാക്കിയാലൊന്നും ഇതിൻ്റെ 7 അയലത്ത് വരില്ല. അത് എന്തായാലും അത് വേറെ തന്നെ ഒരു സാധനമാണ്. പക്ഷെ
ശരിക്കും ഒറിജിനൽ കള്ളൊഴിച്ച് ഉണ്ടാക്കുന്ന അപ്പം എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പം ഞങ്ങളന്ന് ഈ ചെറുപ്പത്തിലൊക്കെ 10ാം ക്ലാസ് അതിനൊക്കെ മുന്നേ ഇങ്ങനെ വെക്കേഷന് പോകുമ്പോൾ തിരിച്ച് വല്യമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തങ്കാനയുടെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചൂടോടെ അപ്പവും ബീഫും പോർക്കും പിന്നെ ഞങ്ങൾ പറമ്പ് പോവും കാന്താരിമുളക് പറിക്കാൻ. കുറേ കാന്താരിമുളകും അങ്ങനെയൊക്കെ തരുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ കള്ളപ്പം ഇവിടെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടുന്ന സാധനമല്ല. ഇതിൻ്റെ മണം വരുമ്പോൾ ഞാൻ ശരിക്കും അന്ന് ഭയങ്കര രസം. എന്നിട്ട് ഈ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കാന്താരി പറിക്കാനും പിന്നെന്താ കപ്പ പറിക്കാനും ഒക്കെ ഞങ്ങളും ഇങ്ങനെ നടക്കും. എന്നിട്ട് നമുക്കിങ്ങനെ ഫ്രഷോടെ തന്നു വിടും. അങ്ങനെ നടന്നത് എനിക്ക് ഓർമ്മ വരുന്നത്. ഒക്കെ ഒരു കാലം. അപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അപ്പമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കള്ളപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ പലയിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട്. അതായത് ഹോട്ടലിലൊക്കെ ആണെങ്കിലും കള്ളപ്പം എന്ന് പറഞ്ഞിട്ട് തന്നെ തരുന്നു. പക്ഷെ അത് ഒറിജിനൽ കള്ളപ്പം അല്ല കേട്ടോ. ഇങ്ങനത്തെ ഒറിജിനൽ സാധനം കഴിച്ചിട്ടുള്ളവർ അത് കഴിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇതാണ് എത്രാമത്തെ 3ാമത്തെ ഐറ്റം കള്ളപ്പം. നെക്സ്റ്റ് ചക്കപ്പുഴുക്ക്. നമ്മൾ ആദ്യം കണ്ടത് കപ്പപ്പുഴുക്കാണ്. ഇത് ചക്കപ്പുഴുക്കാണ്. ഇത് അയ്യോ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ തണുപ്പുണ്ട്, ചൂടോടെ കഴിക്കണം. ഇന്നലെ കൊണ്ടുവച്ചാണ് കോലഞ്ചേരിയിൽ. അപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് കൈ എടുക്കട്ടെ. തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നേ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പക്ഷെ തണുപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അതാണ് ഞാൻ അപ്പം കഴിച്ച് കാണിക്കാഞ്ഞത്. ഒക്കത്തിനൊരു തണുപ്പുണ്ട്. കപ്പ മാത്രം ഞാൻ പുറത്തെടുത്ത് വെച്ചത് കൊണ്ട് തണുപ്പില്ല. ഇത് ചക്കപ്പുഴുക്ക്. ഇതിൻ്റെ ഒരു മണം ഓഫ്. എനിക്കതങ്ങനെ ഇഷ്ടമല്ല ചക്കപ്പുഴുക്ക് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ കഴിക്കും. ഈ തിന്നാൻ പറ്റുന്നത് നമ്മൾ കഴിയും, അങ്ങനെയല്ല. പക്ഷെ ഇത് ചക്കപ്പുഴുക്കാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് വല്യമ്മയുടെ ഫേവറേറ്റാണ് കേട്ടോ. കപ്പപ്പുഴുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കപ്പുഴുക്ക് ഞാൻ അത്ര ഫേവറേറ്റ് അല്ല. അല്ലെങ്കിൽ ഈ പഴുക്കാനായ ചക്കയില്ലേ, അത് മധുരം ഉണ്ടാവണ ചക്ക, അത് പുഴുക്ക് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് സാധാ പച്ചച്ചക്ക നമ്മൾ പുഴുക്ക് വെച്ചതാണ്. ഇതാണ് അടുത്തതായി അച്ചാർ. ഇത് മമ്മി പിശുക്കി ഇങ്ങോട്ട് കുറച്ച് കൊടുത്തു വിട്ടാണ്, വേറെ പാത്രമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാങ്ങാച്ചാറാണ് കേട്ടോ. ഇത് വാട്ടി, അതായത് പച്ചമാങ്ങയിലേക്ക് ഇടുന്നതല്ല, വാട്ടിയ മാങ്ങയിലേക്ക് ഇടുന്നതാണെന്നാണ്. ഇത് കഞ്ഞി കുടിക്കണം ഇതിൻ്റെ കൂടെ ഇട്ട്. അയ്യോ കഞ്ഞി ആയിട്ടില്ല, കഞ്ഞി ആയെങ്കിൽ കുടിക്കായിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഒരു കറി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഇത് എത്ര നാൾ വേണമെങ്കിലും പുറത്തിരിക്കും കേട്ടോ. കാരണം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് പരിചയമാണ്. ഇത് എത്ര കാലം പുറത്തിരുന്നാലും പൂക്കുകയില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ. അത് നമുക്ക് കഴിക്കുമ്പോൾ നാവിൽ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹോം മെയ്ഡാണ്. അത് അങ്ങനെ എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് മാങ്ങ അച്ചാർ. ഇത് നാരങ്ങ അച്ചാർ. ഇതിൻ്റെ ഡബിളായിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് തീർന്ന്. ഇത് അടുത്തത് പാത്രമില്ല. എന്നിട്ട് കുഞ്ഞതിൽ ബിരിയാണിയുടെ കൂടെ പിന്നെ കഞ്ഞിയും പപ്പടവും ഈ അച്ചാറും, നാരങ്ങ അച്ചാർ. അയ്യോ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ അമ്മേ, ഈ അച്ചാറൊന്നും ഇത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ ഈ അച്ചാറിനോട് ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. അതായത് അച്ചാറും ബിരിയാണി അങ്ങനത്തെ നാരങ്ങ അച്ചാറിൻ്റെ കൂടെ, അല്ലെങ്കിൽ കഞ്ഞി നാരങ്ങ അച്ചാറും പപ്പടവും ഇത്തിരി ഉപ്പിട്ടിട്ട് അങ്ങ് കുടിക്കണം. ഈ കഞ്ഞിയൊന്നും കുടിക്കാൻ പനി വരണം എന്നില്ല. ഇങ്ങനൊരു നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ പറ്റും. എനിക്കത് മണത്തിട്ട് മതിയായിരുന്നു. കഞ്ഞി ആയിട്ടില്ല, അല്ലെങ്കിൽ എടുത്ത് കുടിക്കായിരുന്നു. അതാണ്
അടുത്ത 1 2 3 4 5 അഞ്ചാമത്തെ അയച്ചത് ഇങ്ങനെ തന്നെ 2 അച്ചാർ കേട്ടോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് നാരങ്ങയാണ്. പൊതുവേ എനിക്ക് മാങ്ങയാണ് കൂടുതൽ അച്ചാർ ഇഷ്ടം. പക്ഷെ നാരങ്ങ തങ്കാൻഡിയുടെ അച്ചാറാണ് എനിക്കിഷ്ടം. തങ്കാൻഡിയുടെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കണ്ണ് വയ്ക്കാതിരിക്കട്ടെ. പൊട്ടിയാലല്ലേ കണ്ണേറ് പോയി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വെച്ച് കഴിക്കാനുള്ളതല്ല, ഇത് മീൻ പറ്റിച്ചതാണ്. മീൻ മുളകിട്ട് ആ കപ്പയുടെ കൂടെ കഴിക്കണം. പക്ഷെ ഞാൻ ബീഫാട്ടോ കൊടുത്തത് വലിയമ്മയ്ക്ക്. കാണുമോയെന്നറിയില്ല, പോവും. വച്ചാറാണ്. കാണുന്നുണ്ട് അച്ചാറിന്ന് പോട്ടെ. മീൻ നല്ല മുളകൊക്കെ ഇട്ട് കുടംപുളി ഇട്ട് വെച്ച മീൻ ഞാൻ അല്ലാണ്ട് കാണിച്ചു തരാം. കണ്ടോ, കുടംപുളി ഇട്ട് വെച്ച മീൻ പറ്റിച്ചത്. ഇത് ഓഹരി കോലഞ്ചേരി എടുത്തിട്ടാട്ടോ മറ്റത് ഇങ്ങോട്ട് കൊടുത്തയച്ചത്. ഇതാ കപ്പയുടെ കൂടെ ഒരു പിടി പിടിക്കണം. അതാണ് മീൻ പറ്റിച്ചത്. മീൻ മുളകിട്ട് പറ്റിക്കുക എന്നാണ് അതിനെ പറയണത്. കപ്പപ്പുഴുക്കും ഈ മീൻ മുളകിട്ട് പറ്റിച്ചത്. അയ്യോ, ഇനിയുള്ളതൊക്കെ വെച്ച് വേവിച്ച് കഴിക്കാനുള്ളതാണ്. ആദ്യം തന്നെ തക്കാളി. ഇത് അവിടെ പറമ്പിലുണ്ടായ തക്കാളിയാണെന്നാണ് പറഞ്ഞത്. 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒരിത്തിരി വാട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ കറക്കി എടുത്തു, അരിഞ്ഞു പോയി. തക്കാളി അവിടെ ഉണ്ടായതാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന, ഇത് ആരുടെ വീട്ടിലാണെങ്കിലും ഉണ്ടാവുന്ന സാധനത്തിനൊരു. പിന്നെ കുറേ പച്ചമുളക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീട്ടിലുണ്ടായതാണ്. കുറേ ഇങ്ങനത്തെ. ഞാൻ നീളമുളകിൻ്റെ ഫാനല്ല ആക്ച്വലി. ഇത് കഞ്ഞിക്കൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ചമ്മന്തി അരയ്ക്കുമ്പോഴൊക്കെ ഒരു ഉണ്ടമുളക് കിട്ടില്ലേ? ഇപ്പം നേരത്തെ മീനിൽ കണ്ടില്ലേ ഒരു മുളക്? ആ മുളകാണ് ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ കറക്കിടാനൊക്കെ ടേസ്റ്റ്. ഇത് കഞ്ഞിയുടെ കൂടെ കടിച്ച് തിന്നാനാണ് എനിക്കിഷ്ടം. കുറേ മുളക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക 2 എണ്ണം. കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത് വിട്ടതാണെങ്കിൽ തീറ്റ മുഴുക്കുന്നത് ഞാനാണ്. വലിയമ്മ കുറച്ച് കഴിക്കുള്ളൂ, ബാക്കിയൊക്കെ തിന്നുന്നത് ഞാനാണ്. എന്നെ കണ്ടാലും അറിയില്ലേ ഞാനെല്ലാം തിന്നുന്നതെന്ന്. ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് തങ്കാൻഡി കൊടുത്തയച്ചത്. അതാണ് തങ്കാൻഡിയുടെ സ്നേഹം. നമ്മളൊക്കെ സ്വന്തം മോളെ പോലെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുമ്മ എന്നൊക്കെ പറഞ്ഞാൽ, കുഞ്ഞുമ്മ എന്ന് വെച്ചാൽ വലിയമ്മേനായിട്ട് പറയുന്നത്, ജീവനാണ്. നമ്മളങ്ങനെയുള്ളവർ നമ്മുടെ കൂടെ ഉള്ളത് ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ എന്താ പറയുക, ഇനിയും ഒരുപാട് തങ്കാൻഡിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റട്ടെ, കൊടുത്തു വിടാൻ പറ്റട്ടെ, അതിനുള്ള ആരോഗ്യവും ആയുസ്സൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും, നമ്മളൊരു ബൈറ്റ് കഴിക്കുമ്പോഴാണെങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കും തങ്കാൻഡിനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ വഴിക്ക് പോകുമ്പോൾ അമേപ്ര വീട്ടിൽ പോയിട്ട് തിരിച്ച് അവിടെ ഇറങ്ങിയിട്ടേ വരുള്ളൂ. അവിടെ ഇറങ്ങാനാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. ഒന്നാമത് പറമ്പ് ഇങ്ങനെ കിടക്കുക. പിന്നെ തങ്കാൻഡിയുടെ 2 പിള്ളേരുണ്ട്. പിള്ളേരെന്ന് വെച്ചാൽ എന്നെക്കാളും മൂത്തതാണ്, അനുചേച്ചി അനുപേട്ടനും. ഇവരുടെ കൂടെ കുത്തിമറിഞ്ഞ് കളിക്കലും പറമ്പ് കൂടെ നടക്കലട്ടോ മെയിൻ. പിന്നെ അവിടെ അടുത്തൊരു കുളമുണ്ട്, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന കുളം. അവിടെ പോയി കുളിക്കും. ഞാൻ കുളിക്കില്ല, ഇവരൊക്കെ കുളിക്കും. എന്നിട്ട് ഞാനത് കാണും. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാണാം. എനിക്ക് നീന്തലൊന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളാണ് തങ്കാൻഡി എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പം എനിക്കൊരു ഒരാഴ്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കറിയും ഒക്കെ ആയി. അത് കഞ്ഞി ഇട്ടാൽ മതി, കഞ്ഞി അടുപ്പത്തിട്ടാൽ മാത്രം മതി, ബാക്കിയൊക്കെ തന്നിട്ടിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമായിട്ട് എന്താ കൊണ്ടുവന്നേ, അല്ലെങ്കിൽ ചിലർ വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി ഷോപ്പിംഗ് ഒക്കെ മേടിച്ചിട്ട് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്ന വരും. അൺബോക്സിങ് അല്ല എന്നാലും കാണിക്കുന്ന വീഡിയോസ് ഞാനിരുന്ന് കാണും. എനിക്കത് ഭയങ്കര ഇഷ്ടം. എന്തൊക്കെയാണ് വാങ്ങിച്ചത്, ആ വീട്ടിലെന്തൊക്കെയാണ് വാങ്ങിച്ചത്, അങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ അല്ല ഇത് ബേസിക്കലി ഇതാണ്. പിന്നെ തങ്കാൻഡിയുടെ സ്നേഹം, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതേപോലെ ഫുഡ് പൊതികൾ അയക്കാം. അങ്ങനെ എന്നെ സ്നേഹിക്കൂ. ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. തങ്കാൻഡിയുടെ സ്നേഹമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് അറിയിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ച് അങ്ങനത്തെ വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും കുഴങ്ങി. എന്തൊരു ചൂടെന്ന് പറഞ്ഞാണല്ലോ പൊള്ളുക. നമ്മൾ കുടയൊന്ന് മാറ്റിയാൽ ഇവിടേക്ക് ഇങ്ങോട്ട് വെയിലടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പൊള്ളുന്നു. ഇത് കോട്ടനാണ് കേട്ടോ,
പ്യോർ കോട്ടനാണ്. പക്ഷെ എന്നിട്ടും ആവി എടുത്തിട്ട് ഇങ്ങനെ സെമിത്തേരി പോയ വഴിക്കൊക്കെ ആവിയായിരുന്നു. ഭയങ്കര ടയർഡ്. അപ്പം ഞാൻ വെച്ചാൽ കയ്യോടെ ഇതങ്ങ് ചെയ്ത് വെച്ചാൽ വീഡിയോ അങ്ങ് എടുത്തതൊക്കെ കാണിച്ച് വെച്ചിട്ട് പിന്നെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിച്ചു കേട്ടോ വന്നിട്ട് സർബത്ത് കുടിച്ചു. അത് കഴിഞ്ഞ് ചായ ഇട്ട് കുടിച്ചു. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഈ വെയിലത്തുനിന്ന് വന്ന് കയറി എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ചായയും കുടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാനിങ്ങനെ ഗ്രാനൈറ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പുറത്ത് കൊണ്ട് വെച്ച് ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഉണ്ടോ. അപ്പം ഞാൻ ഇതേ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. എവിടെ പോയി ഇതേ. ഓക്കെ, എല്ലാം മനസ്സിലായ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അയ്യോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമ്മൾ 100 above ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര എൻ്റെ ഒരു ഇഷ്ടം ചെയ്യുന്നൊരു കാര്യമാണ്, ഇഷ്ടത്തിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.